നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. സർക്കുലാർ മോഷൻ. ഇതുവരെ നമ്മൾ പ്രൊജക്ടൈൽ മോഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സർക്കുലാർ മോഷനിലേക്ക് നടക്കുകയാണ്. എപ്പോഴാണ് ഒരു വസ്തു സർക്കുലാർ മോഷനിലാണ് എന്ന് പറയുന്നത്? അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പാത്ത് ഒരു സർക്കിൾ ആണെങ്കിൽ അത് നമുക്ക് സർക്കുലാർ മോഷനിലാണെന്ന് പറയാം. എപ്പോഴാണ് ഒരു വസ്തു യൂണിഫോം സർക്കുലാർ മോഷനിലാണെന്ന് പറയുക? ഒരു വസ്തു കോൺസ്റ്റന്റ് സ്പീഡിൽ, അതായത് തന്നിട്ടുള്ള സമയത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, സർക്കുലാർ ഓർബിറ്റിലൂടെ, സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മോഷൻ നമുക്ക് യൂണിഫോം സർക്കുലാർ മോഷൻ ആണ് എന്ന് പറയാം. ഈ സർക്കുലാർ മോഷൻ പഠിക്കണമെങ്കിൽ ചില ടേമുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യം ആ ടേമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ടൈം പീരിയഡ് ആണ്. എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു കംപ്ലീറ്റ് സർക്കിളിലൂടെ സഞ്ചരിച്ച് തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്താൻ വേണ്ട സമയത്തെയാണ് ഒരു ടൈം പീരിയഡ് എന്ന് പറയാം. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അത് നമ്മൾ ക്യാപിറ്റൽ ടി കൊണ്ടാണ് കാണിക്കുക. ഫ്രീക്വൻസി ന്യൂ എന്നാണ് ഇത് വായിക്കുക, ബി അല്ല, ന്യൂ എന്നാണ് ഇത് വായിക്കുക. എന്താണ്? അപ്പോ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ, വളരെ സ്പീഡിൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ അത് ഒരുപാട് തവണ റെവല്യൂഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള റെവല്യൂഷൻസിന്റെ എണ്ണത്തെയാണ് നമ്മൾ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത്. ടൈം പീരിയഡ് ഇത് തമ്മിലുള്ള റിലേഷൻ ടൈം പീരിയഡ് ടി ഇസ് ഈക്വൽ ടു 1/ന്യൂ എന്നാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. അടുത്തത് ആംഗുലാർ സ്പീഡ്. ഇതിന് വ്യത്യസ്ത പേരുകൾ പറയും. ആംഗുലാർ സ്പീഡ്, ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി. ഇതൊക്കെ എന്താണ്? ഒമേഗ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമ്മൾ കാണിക്കുക. ഡബ്ല്യു അല്ല, ഒമേഗ. എന്താണ്? ആംഗുലാർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു നിശ്ചിത സമയത്തിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന് എന്താണ് വെലോസിറ്റി പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താണ് സ്പീഡ് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ സ്പീഡ് എന്നോ വെലോസിറ്റി എന്നോ ഒക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ സർക്കുലർ ഓർബിറ്റിൽ ഒരു നിശ്ചിത സമയത്ത് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗുലാർ സ്പീഡ്. കണ്ട, ആംഗിളുമായി ബന്ധപ്പെട്ട്, സർക്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവും. അപ്പൊ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ള സ്പീഡ്, അതിനാണ് ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്നും പറയും. ഇനി നമ്മൾ സാധാരണ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അല്ലെ? വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ ഇവിടെ നമ്മൾ ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു, അവിടെ ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിലാണ് പറയുക. അപ്പൊ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. എന്താണ് ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ ചിത്രം നോക്കൂ. പോയിന്റ് പിയിലാണ് വസ്തു ആദ്യം ഉണ്ടായിരുന്നു വിചാരിക്കാം. പിന്നെ പി ഡാഷിലേക്ക് നീങ്ങി. അപ്പോൾ ആ നീങ്ങാൻ വേണ്ടി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്. ആംഗുലാർ ഫ്രീക്വൻസി യൂണിറ്റ് ഈസ് റേഡിയൻ. നമ്മൾ തീറ്റയെ ഡിഗ്രിയിലോ റേഡിയനിലോ ആണ് പറയാ. എസ് ഐ യൂണിറ്റ് റേഡിയൻ ആണ്. ടൈമിന്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡും ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. കംപ്ലീറ്റ് റെവല്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തായിരിക്കും ഡെൽറ്റ തീറ്റയുടെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വസ്തു തിരിച്ച് ഇവിടെ എത്തി. അപ്പോ ഇത് എത്ര ആംഗിളിലൂടെ കടന്നു പോകും? ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ 180 ഡിഗ്രി അല്ലെ? മറ്റേ ഭാഗത്തും കൂടി ആകുമ്പോൾ വീണ്ടും 180 ഡിഗ്രി. അപ്പൊ 2 × 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി. അപ്പൊ 2π, പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ 2π 360 ഡിഗ്രി. അപ്പൊ ഇത് ഡിഗ്രി റേഡിയനിലാക്കിയതുകൊണ്ടാണ് ഈ 2π എന്ന് എഴുതുന്നത്. അപ്പൊ ഡെൽറ്റ തീറ്റ മാക്സിമം എത്രയായിരിക്കും? 2π ആയിരിക്കും. ഡെൽറ്റ ടി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി എന്ന് വിളിക്കുക. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, അതായത് 2π ബൈ ടി. ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു 1/t നെ മാറ്റി എഴുതുക ന്യൂ എന്ന്. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവും. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടി, ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഇതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. എന്താണ്? ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ആംഗുലാർ വെലോസിറ്റിയെ നമ്മൾ ഒമേഗ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. ലീനിയർ വെലോസിറ്റിയെ നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. അവർ തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ റിലേഷൻ ഓർത്ത് വെക്കണം. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അതായത് ആംഗുലാർ ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി എന്നുള്ള വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? ഈ ബോഡി ആദ്യം
സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിയിലാണെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ പി ഡാഷ് ദൂരത്തേക്ക് നീങ്ങി എന്ന് വിചാരിക്കും. ബോഡി അങ്ങനെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. അതായത് ആംഗിളിലുള്ള വ്യത്യാസം. സർക്കംഫറൻസിന്റെ മുകളിലൂടെ അത് നടക്കുമ്പോൾ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്, അതിനാണ് നമ്മൾ സാധാരണത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അതിന് നമ്മൾ ഡെൽറ്റ എസ് കൊണ്ടാണ് കാണിക്കുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയത്, ഇപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതണം. ഇനി ആർക്ക് അല്ലെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ആണ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എന്താണ് ആംഗിൾ? ഡെൽറ്റ തീറ്റ. എന്താണ് ആർക്കിന്റെ ദൂരം? ഡെൽറ്റ എസ് ബൈ റേഡിയസ് എത്രയാണ്? 6. സോ ഡെൽറ്റ തീറ്റ is equal to delta s by r. ഡെൽറ്റ എസ് is equal to r ഡെൽറ്റ തീറ്റ. ഇനി ഇവിടെ ഈ ഡെൽറ്റ എസിന് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ v is equal to ഡെൽറ്റ എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. എന്താണ്? r into ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. സോ എന്താണ് ഈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ v is equal to r ഒമേഗ. ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ് കേട്ടോ. ഈ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്, ചിത്രവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെലോസിറ്റി പി എന്ന പോയിന്റിലുള്ള വസ്തുവിന്റെ വെലോസിറ്റിയും യൂണിഫോം സർക്കുലർ മോഷൻ ആണല്ലോ, അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പി ഡാഷ് എന്ന വസ്തുവിലുള്ള സ്പീഡും സെയിം ആണ്. പക്ഷേ ഈ സ്പീഡാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിലും സ്പീഡ് മാത്രമാണ് കോൺസ്റ്റന്റ് ആയിരിക്കുക. ഡയറക്ഷനോ വെലോസിറ്റിയിൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ സ്പീഡാണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഡയറക്ഷനോ ഓരോ പോയിന്റിലും സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ സർക്കിളിലെ ഓരോ പോയിന്റിന്റെയും ഡയറക്ഷൻ എങ്ങനെയാണ് കിട്ടുക? ഇറ്റ് ഈസ് ത്രൂ ദി ടാൻജന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. സർക്കുലർ മോഷനിലെ ഓരോ പോയിന്റിന്റെയും the direction of velocity is given through the tangent. ടാൻജന്റിന്റെ ഡയറക്ഷനിലാണ് ആ പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ നോക്കൂ, പിയിലുള്ള ടാൻജന്റിന്റെ ഡയറക്ഷനും പി ഡാഷിലുള്ള ടാൻജന്റിന്റെ ഡയറക്ഷനും ഡിഫറെന്റ് ആണ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ്, അതായത് സെയിം സ്പീഡ് സെയിം ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ ഓരോ പോയിന്റിലും എന്താണ്? ടാൻജന്റിലൂടെ ആയിരിക്കും. അപ്പൊ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അതായത് വെലോസിറ്റിയിലെ സ്പീഡ് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ ഓരോ പോയിന്റിലും വ്യത്യാസമായിരിക്കും. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആക്സിലറേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും, അവിടെ ആക്സിലറേഷൻ ഉണ്ടാകും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. നോക്കാം ഇനി അങ്ങനെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടു. നമുക്ക് അതിന് നോക്കാം. അതിന് നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. നമുക്ക് നോക്കാം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. അപ്പോ ഈ ചിത്രം നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഓരോന്നായിട്ട് പറയാം, ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ ഓർബിറ്റിന്റെ സെന്റർ. ആദ്യം വസ്തു ഉള്ളത് പി എന്ന പോയിന്റിലാണ്. അപ്പൊ അങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ ആണ്. പിന്നെ ടി സമയം കഴിഞ്ഞപ്പോൾ വസ്തു ഉള്ളത് പി ഡാഷ് എന്ന പോയിന്റിലാണ്. അങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ ആർ ഡാഷ് ആണ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ പി ഡാഷ് മൈനസ് പി. അതിനെയാണ് നമ്മൾ ഡെൽറ്റ ആർ ഡാഷ് എന്ന ഡെൽറ്റ ആർ എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കാം. അതാണ് ഈ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ചിത്രത്തിൽ നിന്ന് നോക്കുക. ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നോക്കൂ, ഇവിടെ സെന്റർ വെക്ടർ പൊസിഷൻ വെക്ടർ ആദ്യം പിയിലാണ്, അതാണ് ഇങ്ങനെ ഡയറക്ഷൻ ഇട്ടത്. പിന്നെ പി ഡാഷിലാണ്, അതാണ് ഇങ്ങനെ ഡയറക്ഷൻ ഇട്ടത്. അപ്പൊ രണ്ട് വെക്ടർ കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ റിസൾട്ടന്റ് കാണും. അപ്പൊ റിസൾട്ടന്റ് കാണുമ്പോൾ ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എടുക്കുമ്പോൾ നോക്കൂ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പോയി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വെക്ടറും. അപ്പൊ ഇവിടെ ഈ വെക്ടർ ആണ് എന്ത്? തല തിരിഞ്ഞിട്ട് നിൽക്കുന്ന വെക്ടർ അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം ആർ പ്ലസ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ്. അങ്ങനെയാണ് കിട്ടുന്നത്. ആർ പ്ലസ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഡെൽറ്റ ആർ ഒക്കെ വെക്ടർ ആണ്, ഞങ്ങൾ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ, പറയുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം വെക്ടർ ആക്കി എഴുതണം. പൊസിഷൻ വെക്ടർ ആണ്. ഡെൽറ്റ ആർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് മൈനസ് ആർ. അതാണ് അതിന്റെ
മാഗ്നിറ്റ്യൂഡ്. ഇനിയോ നമ്മള് ആ പോയിന്റിലുള്ള വെലോസിറ്റിയെ പറ്റി പറയും. എന്താണ്? പി എന്ന പോയിന്റിലുള്ള വെലോസിറ്റിയാണ് വി. അപ്പൊ ആ വെലോസിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ അത് ചലിച്ച് അത് നീങ്ങി പി ഡാഷിൽ എത്തുന്നത്. പി ഡാഷിലുള്ള വെലോസിറ്റിയാണ് വി ഡാഷ്. ഇപ്പൊ വെക്ടർ ആണ് വി ഡാഷ്. അപ്പൊ രണ്ടിന്റെ ആ പോയിന്റിലുള്ള ടാൻജന്റ് ആണ് ഈ വരച്ചിട്ടുള്ളത്. കണ്ടോ? ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റീസ് അലോങ് ദി ടാൻജന്റ്. ഈ പോയിന്റിലും അലോങ് ദി ടാൻജന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അകത്ത് നമുക്ക് എളുപ്പമായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ എഴുതാൻ എളുപ്പമായിരുന്നു. കാരണം ഒരു ട്രയാങ്കിൾ ഒക്കെ ഇവിടെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ വെലോസിറ്റി വെക്ടറിന്റെ കാര്യത്തിൽ അത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തൊരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. അതിന് എന്താ ചെയ്യാച്ചാല് ഇവിടെ ഒരു സ്കെയിൽ വെക്കാം. ഇതേ മാഗ്നിറ്റ്യൂഡില് ഇതേ ഡയറക്ഷനിൽ ആ സ്കെയിലിനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് നീക്കാം. അപ്പൊ എവിടെ എത്തും? കണ്ടോ? അതേ മാഗ്നിറ്റ്യൂഡില് അതേ ഡയറക്ഷനിൽ നമുക്ക് ആ വെക്ടർ വി കിട്ടും. കണ്ടോ? ആ വെക്ടർ വിനെ ഇങ്ങോട്ട് എഴുതി. ഇനി വി ഡാഷിന്റെ സ്ഥലത്തും അതേ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുക. ഒരു സ്കെയിൽ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി വെക്കുക. അപ്പൊ അതിന്റെ ആ നേരെ അറ്റത്ത് അതേ മാഗ്നിറ്റ്യൂഡിൽ ആരെ വരയ്ക്കുക? വി ഡാഷിനെ വരയ്ക്കുക. അപ്പൊ വിയുമായി വി ഡാഷുമായി അതിന്റെ റിസൾട്ടന്റിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി എന്നുള്ള ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ ഒന്നും മാറ്റില്ല. കണ്ടോ? രണ്ടെണ്ണത്തിന് ഡയറക്ഷൻ വരച്ചു. ഇനി എന്താണ്? റിസൾട്ടന്റ് വരച്ചു. അപ്പൊ നോക്കൂ, റിസൾട്ടന്റ് വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഇതിന്റെ കണ്ടിന്യൂഷൻ ഇതാണ് തലതിരിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറിലുള്ള വെക്ടർ. അപ്പൊ വെക്ടർ എഡീഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? വി വെക്ടർ വി പ്ലസ് വെക്ടർ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വെക്ടർ വി ഡാഷ് എന്ന് കിട്ടും. ഇനി ഇതിന്റെ ഡയറക്ഷൻ നോക്കൂ, ഇറ്റ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി സെന്റർ. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി കൊണ്ടാണ് ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ഈ ആക്സിലറേഷൻ ഇങ്ങനെ നടുവിലേക്ക് ഒരു വസ്തുവിനെ പിടിച്ചു വലിക്കുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. സർക്കുലർ മോഷനിലുള്ള ഒരു വസ്തുവിന് ഉറപ്പായും സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. യൂണിഫോം വെലോസിറ്റി ആണെങ്കിലും മാഗ്നിറ്റ്യൂഡേ കോൺസ്റ്റന്റ് ആകുള്ളൂ. ഡയറക്ഷനിലെ ഓരോ പോയിന്റിലും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷനെ നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കും. നോക്കൂ, ആ റിസൾട്ടന്റ് വെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദി സെന്റർ ആണ്. സോ ഡയറക്ഷൻ ഓഫ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദി സെന്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒന്ന് വരച്ചു നോക്കാതാ. ഇനി ഇവിടെയാണ് ഈ പോയിന്റ് ഉള്ളതെന്ന് വിചാരിക്കൂ. അപ്പൊ വെക്ടർ ഇതാ നേരെ ഇങ്ങനെ താഴെ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഈ വെക്ടറിന് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പുറത്തൊരു വെക്ടർ വരയ്ക്കുക. ഈ വെക്ടറിന് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു വെക്ടർ വരയ്ക്കുക. അതിന്റെ റിസൾട്ടന്റ് എടുക്കുക. അപ്പോൾ ആ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഭാഗത്തിൽ നിന്ന് സെന്ററിലേക്കായിരിക്കും. ഇവിടെ ഇങ്ങനെ ഉള്ള ആരോ മാർക്ക് ഇവിടെ വരുമ്പോൾ എന്താവും? റിവേഴ്സിൽ നേരെ തിരിയും. പക്ഷെ എന്നാലും അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും? ടുവേർഡ്സ് ദി സെന്റർ തന്നെയായിരിക്കും. അപ്പൊ ഏത് പോയിന്റുകളെ തമ്മിലെടുത്താലും ചേഞ്ച് ഇൻ വെലോസിറ്റി എടുത്താലോ എല്ലാ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. കണ്ടോ? ഫ്രം ഫിഗർ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ. വേറെ 2 പോയിന്റ് എടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഇവിടെ 2 പോയിന്റ് എടുത്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടുവേർഡ്സ് ദി സെന്റർ ആയിരിക്കും. അതിനെ കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതേ ചിത്രം തന്നെ നമ്മൾ ആക്സിലറേഷൻ സെൻട്രിപീറ്റൽ ആക്സിലറേഷനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ പേടിയാവും. സംഭവമൊന്നുമില്ല. നോക്കിക്കോളൂ, 2 ട്രയാങ്കിൾ കാണാം ഇവിടെ ഇല്ലേ? എന്താണ്? ഏതൊക്കെ 2 ട്രയാങ്കിൾ? പി സി പി ഡാഷ്. ഇവിടെയോ ജി എച്ച് ഐ. 2 ട്രയാങ്കിൾ കാണാം. 2 ട്രയാങ്കിളും നോക്കൂ അതിന്റെ തന്നെ വെലോസിറ്റി ആണ് അല്ലെ? ആദ്യത്തെ പൊസിഷൻ വെക്ടറിന്റെ വെലോസിറ്റി, രണ്ടാമത്തെ പൊസിഷൻ വെക്ടറിന്റെ വെലോസിറ്റി. അപ്പൊ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്. സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ആർ ബൈ ആർ. അതിൽ നിന്ന് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു, ഞാൻ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ആർ ബൈ ആർ. അപ്പൊ ഡെൽറ്റ വി കിട്ടി. ഇനി എങ്ങനെ ആക്സിലറേഷൻ കിട്ടുക? ദാ ഇക്വേഷൻ ഒന്ന് എഴുതിയതാണ്, കണ്ടു പേടിക്കൊന്നും വേണ്ട. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പൊ ആ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നുള്ളിടത്ത് എന്തെഴുതുക? ഡെൽറ്റ വിക്ക് പകരം എന്തെഴുതുക? വി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ആർ ബൈ ആർ. ഒരു ബൈ ഡെൽറ്റ ടി ഉണ്ടാവും. അപ്പൊ ഈ ആറിന്റെ അടുത്ത് ആരും കൂടി വരും? ഡെൽറ്റ ടിയും കൂടി വരും. കണ്ടോ?
ആറിന്റെ അടുത്ത് ഒരു ഡെൽറ്റ ടിയും കൂടി വന്നു. ഈ ആക്സിലറേഷൻ വി ബൈ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ടി ഇല്ലല്ലോ, അപ്പൊ ഈ ലിമിറ്റ് നിന്ന് പുറത്തേക്ക് എടുക്കാം. വി ബൈ ആർ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഈ ടേം നമുക്കറിയാം, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. അതെന്താണ്? വി ആണ്, ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ ഈ ടേമിന് പകരം എന്താ എഴുതുക? വി എന്ന് എഴുതുക. അപ്പൊ വി ബൈ ആർ ഇൻറ്റു വി എന്ന് കിട്ടും. അതായത് വി സ്ക്വയർഡ് ബൈ ആർ എന്ന് കിട്ടും. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചിത്രവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള പേടിയൊന്നുമില്ല. ആദ്യം മൂന്ന് പൊസിഷൻ വെക്ടേഴ്സ് വരയ്ക്കുക, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വരയ്ക്കുക, പിന്നെ വെലോസിറ്റി വെക്ടറിനെ പുറത്തേക്ക് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ റിസൾട്ടന്റ് വെലോസിറ്റി വെക്ടർ വരയ്ക്കുക, ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ വരയ്ക്കുക. ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ. ഇത്രേ ഉള്ളൂ. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന ഇക്വേഷനും എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ എന്ന ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെന്റൻസും എന്താണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ? എന്താണ്? For a particle moving with a velocity v around the circumference of a circle of radius r, magnitude of acceleration is v squared by r and its direction is towards the center and it is called centripetal acceleration. നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ 4 പോയിന്റ്സിലായിട്ട് ഒതുക്കി. എന്താണ്? a particle moving with velocity v ഏതിലൂടെയാണ് മൂവ് ചെയ്യുന്നത്? along the circumference of a circle. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 6. അപ്പോ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വി സ്ക്വയർഡ് ബൈ ആർ ആണ്. ആ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്താണ്? ടുവേർഡ്സ് ദി സെന്റർ ആണ്. ഈ ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ഇനി സെൻട്രിപീറ്റൽ ആക്സിലറേഷനും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ, ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ പഠിച്ചത്, എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ. അതിൽ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഇക്വേഷനുകൾ കിട്ടും. എക്ക് ഇവിടെ ആദ്യം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് വെച്ചാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർഡ് ബൈ ആർ, അതായത് എ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ ഒരു ഇക്വേഷൻ വി സ്ക്വയർഡ് ബൈ ആർ ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ ആർ ഒമേഗ സ്ക്വയർഡ് ആണ്. പിന്നെ എന്ത് ഉപയോഗിക്കും? ഇവിടെ ആറിനുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം, വി ബൈ ഒമേഗ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്തിട്ടെടുക്കുക? വി ബൈ ഒമേഗ എന്നിട്ട് എടുക്കുക. അപ്പൊ ഒരു വിയും ക്യാൻസൽ ചെയ്യും, ബൈ ഒമേഗ മുകളിലേക്ക് പോകും. അപ്പം എ ഇസ് ഈക്വൽ ടു വി ഒമേഗ എന്നുള്ള ഒരു ഇക്വേഷനും കൂടി കിട്ടും. അങ്ങനെ 3 ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ പഠിച്ചു വെക്കുക. പിന്നെ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന റിലേഷൻ അറിയാമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇനി നോക്കാം, സെൻട്രിപീറ്റൽ ആക്സിലറേഷനും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി വിക്ക് ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ കിട്ടി. പക്ഷെ നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ന്യൂ. അപ്പൊ 2 പൈ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ എന്ന് കിട്ടും. നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. മാഗ്നിറ്റ്യൂഡ്, സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ എല്ലായ്പ്പോഴും സെന്ററിലേക്കായിരിക്കും, പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കണ്ടോ, ഈ 2 പൊസിഷൻ വെക്ടർ എടുക്കും, ഈ 2 വെലോസിറ്റി വെക്ടർ എടുക്കുമ്പോഴാണ് വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങോട്ടേക്കാ ഞാൻ ഫേസ് ചെയ്യുന്നു പറയാം, ലെഫ്റ്റിലേക്ക് അല്ലെ. ഈ അത് നോക്കൂ, ലെഫ്റ്റിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ടുവേർഡ്സ് ദ സെന്റർ. ഇനി പൊസിഷൻ വെക്ടർ എടുക്കുന്നത് നേരതാ ഈ 2 പോയിന്റിലാണെങ്കിലോ, പൊസിഷൻ വെക്ടർ എടുക്കുന്നത് ഇവിടെ ഉള്ള 2 പോയിന്റിലാണെങ്കിൽ റിസൾട്ടന്റ് ഉണ്ടാവുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. അപ്പോ ആ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ ചേഞ്ച് ചെയ്തു, പക്ഷെ സ്റ്റിൽ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എങ്ങോട്ട് തന്നെയാണ്? ടുവേർഡ്സ് ദി സെന്റർ ആണ്. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ ചേഞ്ചസ് എന്ന് പറയുന്നത്. കണ്ടോ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഓൾവേസ് പോയിന്റ്സ് ടുവേർഡ്സ് ദി സെന്റർ. ഇതിങ്ങനെ ചുറ്റാണല്ലോ, അതുകൊണ്ട് ആ ഡയറക്ഷൻ എല്ലായ്പ്പോഴും സെന്ററിലേക്ക് തന്നെ ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. ഇതാ സെന്റൻസ് തന്നെയാണിത്. ആക്സിലറേഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം circular motion averaged over one cycle is a null vector. എന്താ ഈ null vector എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്, അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് ആണ്, സ്പീഡ് ഒരു കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഡയറക്ഷൻ ടാൻജന്റിലൂടെയാണ്. അതുകൊണ്ട് ഡയറക്ഷൻ ഓരോ പോയിന്റിലും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ആ ടാൻജന്റിലൂടെയുള്ള ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലെ. ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, അതുകൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്.
അപ്പോൾ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, പക്ഷെ ഡയറക്ഷൻ ഉണ്ടാകും. അത്തരം ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നൾ വെക്റ്റർ എന്ന് വിളിക്കുക. അതൊരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. നൾ വെക്റ്റർ എന്ന് നമ്മൾ അത്തരം വെക്റ്ററുകളെയാണ് വിളിക്കുക. അതായത് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അപ്പൊ ഈ സെന്റൻസ് എന്താണ്? ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സർക്കുലർ മോഷൻ ഈസ് ഓൾവേസ് അലോങ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാ? വെറും സർക്കുലർ മോഷനിലാണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കണം. അതാണ് ഈ ചിത്രം കാണിക്കുന്നത്. കണ്ടോ? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് പിയില് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആയ സ്പീഡിന്റെ അതേ വാല്യൂ ആണ് പോയിന്റ് പി ഡാഷിനും സ്പീഡിന് ഉണ്ടാവുക. പക്ഷെ വെറും സർക്കുലർ മോഷൻ ആണെങ്കിൽ പിയിലുള്ള വെലോസിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വ്യത്യാസം ഉണ്ടാവും. പി ഡാഷിലുള്ള വെലോസിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആക്സിലറേഷനും എന്തുണ്ടാവും? രണ്ട് മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? അതാണ് നെറ്റ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ. വെറും സർക്കുലർ മോഷൻ ആണെങ്കിൽ എന്തായിരിക്കില്ല? ആ ആക്സിലറേഷന് ഉള്ള ഡയറക്ഷൻ എല്ലായ്പ്പോഴും സെന്ററിലേക്ക് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അതാണ് ഈ സെന്റൻസ്. ആക്സിലറേഷൻ ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സെന്റർ ഓൺലി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറും. അപ്പൊ ആക്സിലറേഷനും എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പോ എല്ലാ ഡയറക്ഷനും എന്ത് ചെയ്തോളണം എന്നില്ല? കറക്റ്റ് സെന്ററിലേക്ക് പോയിന്റ് ചെയ്തോളണം എന്നില്ല. അതാണ് ഈ എഴുതിയ സെന്റൻസ്. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. വെലോസിറ്റി ചേഞ്ചിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ആക്സിലറേഷന് ഡയറക്ഷൻ മാത്രം അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. അതിനെ നൾ വെക്റ്റർ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ എല്ലാ ഭാഗത്തുള്ള ഡയറക്ഷൻ ഓരോ പോയിന്റിലും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും എല്ലാ ഡയറക്ഷനും എങ്ങോട്ട് തന്നെ ഫേസ് ചെയ്യും? ടുവേർഡ്സ് ദി സെന്റർ തന്നെ ഫേസ് ചെയ്യും. An insect trapped in a circular groove of radius 12 cm moves along the groove steadily and completes 17 revolutions in 100 seconds. What is the angular speed and the linear speed of motion? Equation substitute ചെയ്താൽ മതി. എന്താണ് ആംഗുലർ സ്പീഡിനുള്ള ഇക്വേഷൻ? ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് അല്ലെ. ലീനിയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പൊ ആംഗുലാർ സ്പീഡ് എന്നുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. 2π/ എന്താണ് ഈ ടി എന്ന് പറഞ്ഞാൽ? 1 കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്താൻ വേണ്ട സമയമാണെന്ത്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 7 റെവല്യൂഷൻ നടക്കും 100 സെക്കൻഡിൽ അല്ലെ. അപ്പൊ 100 സെക്കൻഡിൽ 7 റെവല്യൂഷൻ. അപ്പൊ 1 സെക്കൻഡിൽ 100/7. അപ്പൊ അല്ല 2π/t എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്താൻ വേണ്ട സമയമാണ് അല്ലെ. അപ്പൊ 2π/t ഇവിടെ നോക്കൂ, 7 റെവല്യൂഷൻസ് ഇൻ 100 സെക്കൻഡ്. അപ്പൊ 1 റെവല്യൂഷൻ നടത്താനുള്ള സമയം എത്രയായിരിക്കും? 100/7. 2π/t എന്ന് പറഞ്ഞാൽ 2π/100/7. നമുക്ക് എത്ര കിട്ടുക? 0.44 യൂണിറ്റ് പ്രത്യേകം ഓർമ്മിക്കണം, റേഡിയൻ പെർ സെക്കൻഡ്. ഇനി ലീനിയർ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? v is equal to r omega. r അറിയാം, എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. ഒമേഗ എത്രയാണ്? 0.44 ആണ്. അപ്പോൾ v is equal to 0.0528 meter per second. എന്താ അടുത്ത ചോദ്യം? Is the acceleration vector a constant vector? What is its magnitude? എന്താണ്? The direction of acceleration changes. So the acceleration is not a constant vector. നമ്മൾ പറഞ്ഞല്ലോ ഓരോ പോയിന്റിലും ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാവും. എല്ലാം ടുവേർഡ്സ് ദ സെന്റർ ആണെങ്കിൽ പോലും ഓരോ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോഴും ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ആക്സിലറേഷൻ വെക്ടർ ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല. a is equal to omega square എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ല, നേരത്തെ പറഞ്ഞല്ലോ. a is equal to ആക്സിലറേഷനും വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണിത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആക്സിലറേഷന്റെ ഇക്വേഷൻ വാല്യൂ കിട്ടും 0.0232 meter per second square. The radius of Earth's orbit around the sun is assumed to be circular. നമുക്കറിയാം എലിപ്റ്റിക്കൽ ആണെന്ന്, പക്ഷെ നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ സർക്കുലർ എന്ന് എടുക്കുന്നത്. അതിന്റെ റേഡിയസ് 1.5 × 10⁸ കിലോമീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷന് എർത്ത് എടുക്കുന്ന സമയം 365 ഡേയ്സ് ആണ്. വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എർത്ത്? എങ്ങനെയാണ് ഓർബിറ്റൽ വെലോസിറ്റി കാണുക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ മുഴുവൻ സർക്കംഫറൻസിന്റെ ബൈ ടൈം. അതാണ് കണ്ടോ 2πr/time.
ടി. ബാക്കി ഇതൊക്കെ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ്. സർക്കുലാർ മോഷൻ ആണെങ്കിൽ ഒരു ഫുൾ സർക്കിൾ ട്രാവൽ ചെയ്യാൻ 2πr ദൂരം സഞ്ചരിക്കും, 2πr/t ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, റേഡിയസ് എന്താണ് തന്നിട്ടുള്ളത്, കിലോമീറ്ററിലാണ്, അതിനെ മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ എങ്ങനെയാണ് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാം? ഇൻറ്റു 10⁻³ ഇൻറ്റു 1000 ചെയ്യാം. അപ്പൊ ഇൻറ്റു 10⁻³ അപ്പൊ 8, 9, 10, 11. അപ്പൊ 1.5 ഇൻറ്റു 10⁻11 മീറ്റർ നോക്കും. ഈ ടൈം പീരീഡ് വന്നിട്ടുള്ള എന്താ, 1 കംപ്ലീറ്റ് റെവല്യൂഷന് എടുക്കുന്ന സമയം 365 ഡേയ്സ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം, സെക്കൻഡ്സിലേക്ക് മാറ്റണം. 365 ഡേയ്സിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്താൽ 3.15 ഇൻറ്റു 10⁻7 സെക്കൻഡ്സ് ഉണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.99 ഇൻറ്റു 10⁻4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. What is the radial acceleration of Earth towards the Sun in meter per second square? ഇനി ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. അതിന്റെ ഇക്വേഷൻ എഴുതുക, a is equal to v²/r. ഏതൊക്കെ ഡാറ്റാസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതുക. കണ്ടോ, a is equal to v²/r. ഈ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, r നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആക്സിലറേഷന്റെ വാല്യൂ കിട്ടും 5.96 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. അടുത്ത ദിവസം നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട്